ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ബ്രെഡ് ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളല്ലോ, അതൊരു ഇത്തിരി വ്യത്യസ്തമായ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും അടിപൊളിയാണ്, അവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിച്ചോളും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞു പീസായിട്ട് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാലിന് പകരം സാധാ പശുവും പാൽ ചേർത്താലും മതി. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ കഴിക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് 3 മുട്ടയാണ് കേട്ടോ. 3 മുട്ടയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള മുട്ടയാണ്. കുഞ്ഞു മുട്ടയാണെങ്കിൽ 4 വരെ എടുക്കുക. അതിനകത്തോട്ട് ഞാനൊരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലേൻ്റെ കൂടെ തന്നെ മല്ലിയില കുറച്ചധികം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ പച്ചമുളക് ചേർക്കാം. ഞാൻ ഇവിടെ മോൻക്ക് രാവിലെ കഴിക്കാനാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ എന്നാലും ഒന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുതിർത്തി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒന്നും പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും നമുക്ക് കഴിക്കുമ്പോൾ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോവാണ്. ഞാനിതൊരു ചെറിയ കടായിക്കകത്താണ് കേട്ടോ ചെയ്യുന്നത്, കാരണം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോഴാണ് കുറച്ച് നമുക്കൊരു പോളയൊക്കെ പോലെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ പോളപാത്രം ഉണ്ടെങ്കിൽ, സോസ് പാൻ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യിലാവുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഏതായാലും എടുക്കുക. അപ്പോൾ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം വേവിക്കാം. നല്ല കട്ടി ഉണ്ടെങ്കിൽ കുറച്ച് അധികം നേരം വേവിക്കാം. എൻ്റെത് ഒരു 5-6 മിനിറ്റ് വേവിച്ചപ്പോൾ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. അത്ര കട്ടി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സൂക്ഷിച്ചിട്ട് കൊടുക്കുക, പൊട്ടിപ്പോവരുത്. അപ്പൊ അതേ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചിട്ടിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം, അടിഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടാനൊക്കെ ആയിട്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ബ്രെഡ് ഓംലെറ്റ് കഴിക്കുന്ന പോലെയല്ല, കുറച്ചും കൂടി ടേസ്റ്റ് ആണ്, വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.